അധികാരം കയ്യിലുണ്ട് എന്ന് കരുതി എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു സർക്കാരിനും ഒരു മുഖ്യമന്ത്രിക്കും നൽകിയിട്ടില്ല എന്ന നിർണായകമായ ഒരു ബി.ജെ.പി. സർക്കാരിന്റെ വിധി റദ്ദ് ചെയ്തുകൊണ്ട് പറഞ്ഞത് സാക്ഷാൽ സുപ്രീം കോടതിയാണ്. 27 പേരെ ഒറ്റയടിക്ക് പുറത്താക്കാനായിരുന്നു അസമിലെ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ തലവനായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ കണക്കുകൂട്ടൽ. എന്നാൽ എല്ലാ കണക്കുകളും തെറ്റിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിലെ കൃത്യമായ ചോദ്യവും ഇടപെടലും ഉണ്ടായത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ തുരത്തുക എന്ന പേരിൽ അസമിലെ ഭരണകൂടം പാവപ്പെട്ട മനുഷ്യർക്ക് മേൽ അഴിച്ചുവിട്ട രാഷ്ട്രീയ വെട്ടക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഡൽഹിയിൽ നിന്നും പുറത്തുവന്ന ഈ സുപ്രീം കോടതി വിധി. വോട്ടർ പട്ടികയിലെ അക്ഷരപ്പിശകുകളോ പേരുകളിലെ ചെറിയ വ്യത്യാസങ്ങളോ ചൂണ്ടിക്കാട്ടി സാധാരണക്കാരായ മനുഷ്യരെ വിദേശികളാക്കി മാറ്റുന്ന ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിന്റെ കുൽസിത നീക്കങ്ങളെയാണ് പരമോന്നത കോടതി വിട്ടുവീഴ്ചയില്ലാതെ ചോദ്യം ചെയ്തിരിക്കുന്നത്. പൗരത്വവും ഒരു മനുഷ്യന്റെ നിലനിൽപ്പും ഭരണഘടനാപരമായി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്നും അവിടെ സാങ്കേതിക പിഴവുകൾ മുൻനിർത്തി ഒരാളുടെ പൗരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ക്രൂരതയാണ് എന്നും കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട്. തങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ 971 മുൻപുള്ള രേഖകളുമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയ നിർധനരായ മനുഷ്യരെ ഒറ്റയടിക്ക് അന്യദേശക്കാരായി ഡിറ്റൻഷൻ ക്യാമ്പുകളിലേക്ക് തള്ളിയിടാനായിരുന്നു അസം ഭരണകൂടം അമിതമായ ആവേശം കാണിച്ചത്. എന്നാൽ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകളുടെയും അതിന് ശരിവെച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെയും വിധികൾ റദ്ദാക്കിക്കൊണ്ട് ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ജനാധിപത്യത്തിന്റെ കാവലാളായി മാറുകയായിരുന്നു. നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന വാദത്തെ മുൻനിർത്തി സ്വന്തം ജനതയ്ക്ക് മേൽ കുതിര കയറാൻ ഒരു ഭരണകൂടത്തെയും അനുവദിക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ സുപ്രീം കോടതി നൽകിയതും. പൗരത്വ ഭേദഗതി നിയമവും രാഷ്ട്രീയ ധ്രുവീകരണവും ലക്ഷ്യമിട്ട് അസമിലെ ജനസംഖ്യാഘടനയെ മുൻനിർത്തി ബി.ജെ.പി. സർക്കാർ കളിക്കുന്ന രാഷ്ട്രീയ കളികൾക്കുള്ള കനത്ത പ്രഹരം കൂടിയായിരുന്നു ഇത്. പൗരത്വവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർണ്ണമായും നീതിയുക്തവും സുതാര്യവുമായിരിക്കണമെന്നും സ്വാഭാവിക നീതിയെ മറികടക്കാൻ സർക്കാരിന്റെ താൽപര്യങ്ങൾക്ക് കഴിയില്ലെന്നും കോടതി വിധിയിലൂടെ അടിവരയിടുകയും ചെയ്തു. ട്രൈബ്യൂണൽ ഈ കേസുകൾ 6 മാസത്തിനകം വീണ്ടും പരിശോധിച്ച് സ്വതന്ത്രമായ തീരുമാനമെടുക്കുന്നതുവരെ ഹർജിക്കാർക്കെതിരെ നാടുകടത്തൽ ഉൾപ്പെടെയുള്ള യാതൊരുവിധ കർശന നടപടികളും സ്വീകരിക്കാൻ പാടില്ലെന്ന കോടതിയുടെ കൽപ്പന അസമിൽ ഭയത്തിന്റെ നിഴലിൽ കഴിയുന്ന പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് നൽകുന്ന ആശ്വാസം അത് ചെറുതല്ല. അധികാരം ഉപയോഗിച്ച് മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഭരണാധികാരിക്ക് മുന്നിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനയും നിയമപീഠവും സാധാരണക്കാരായ മനുഷ്യർക്ക് തുണയായി നിൽക്കുമെന്ന വലിയൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഈ ഒരൊറ്റ വിധിയിലൂടെ സുപ്രീം കോടതി വീണ്ടും തെളിച്ചു വെച്ചിരിക്കുന്നത്.